വീണ്ടും വാർത്തകളിലേക്ക്. മതിലകം BRCയുടെ ആഭിമുഖ്യത്തിൽ ലോക വികലാംഗ ദിനം ആചരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളും കൂടി മറ്റുള്ള കുട്ടികളോടൊപ്പം എത്തിയാൽ മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സർവശിക്ഷ അഭിയാൻ വഴിയൊക്കെ തന്നെ മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ കൂടി ആ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന പല കഴിവുകളുമുണ്ട്. അതൊക്കെ തന്നെ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെയും കൂടി അവരെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിച്ചാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ഓരോരുത്തരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രക്ഷിതാക്കള്, പിന്നെ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം വളരെ അവരോട് മറ്റുള്ള നമുക്ക് ഭിന്നശേഷിയുള്ള കുട്ടികളെ പോലെ തന്നെ മറ്റു കുട്ടികളും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും, നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കും. എങ്കിൽ പോലും അവരെയൊക്കെ തന്നെ കാണുന്ന പോലെ അതേ രീതിയിൽ തന്നെ അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ലാതെ കുറച്ച് കൂടുതൽ കൂടി സ്നേഹത്തോടെ കൂടിയുള്ള പെരുമാറ്റത്തിലൂടെ ഒക്കെ തന്നെയാണ് അവരെ നമ്മുടെ ഒപ്പമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷയായി. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും വിവരിക്കുന്ന പുസ്തകം മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ വിദ്യാലയങ്ങൾക്ക് വിതരണം ചെയ്തു. SSA ജില്ലാ പ്രോഗ്രാം ഓഫീസർ പ്രേംജിത്ത് ദിനാചരണ സന്ദേശം നൽകി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത മോഹൻദാസ്, മതിലകം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, മതിലകം BPO രഞ്ജിത്ത്, റിസോഴ്സ് ടീച്ചർ ജിഷ്ണ എന്നിവരും സംസാരിച്ചു. ലോക വികലാംഗ ദിനത്തിൽ 3 അംഗ വികലാംഗ കുടുംബത്തിന് കടയിട്ട് കൊടുത്ത് ആൽഫയുടെ കാരുണ്യം. കൂരിക്കുഴി നോർത്ത് പുഴങ്കരയിലെത്ത് അബ്ദുൽ കരീമിന്റെ കുടുംബത്തിനാണ് വീടിനോട് ചേർന്ന് പലചരക്ക് കടയിട്ട് കൊടുത്തത്. പഞ്ചായത്തിൽ നിന്നും ആൽഫയിൽ നിന്നും പെൻഷൻ മാത്രം വരുമാനമുള്ള കുടുംബത്തിൽ കരീമിന്റെ ഭാര്യ സുലൈഖയും ഏകമകൻ ആഷിഫും വികലാംഗരാണ്. 2004 മുതൽ ആൽഫയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഇവർക്ക് 15,000 രൂപ ചിലവിലാണ് കടയിട്ട് കൊടുത്തിരിക്കുന്നത്. പഞ്ചായത്ത് അംഗം KA പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആൽഫ പ്രതിനിധി വിമല വേണുഗോപാൽ അധ്യക്ഷയായി. KK അഫ്സൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഇന്ന് അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന സ്വമേധയ ഉള്ള സേവനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരിൽ നിന്നും വരുന്ന ആളുകൾക്ക് ഒരു ഉപജീവന മാർഗം സൃഷ്ടിച്ചെടുക്കുക എന്നത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. പിന്നെ നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ആൽഫ പാലിയേറ്റീവ് കെയർ നടക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റിന് 2004 തുടങ്ങി അതിൻ്റെ പ്രതിമാസ പെൻഷൻ വാങ്ങുന്ന 500ഓളം കുടുംബങ്ങളുണ്ട്. എല്ലാ മാസവും കൃത്യമായി പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ്. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കാഡറ്റ്സ് ഭക്ഷ്യമേള നടത്തി. വിദ്യാലയത്തിലെ സ്നിഷ എന്ന വിദ്യാർത്ഥിനിക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പദ്ധതിയിലേക്ക് ധനം സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. PTA വൈസ് പ്രസിഡന്റ് രമേശ് ബാബു ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. JRC കൗൺസിലർ സിന്ധു പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രിൻസിപ്പാൽ VR രാജേന്ദ്രൻ, HM KK പ്രദീപ്, KTD കിരൺ, VV ഗീത, സുഗതവല്ലി, EI മുജീബ്, ബീന രാഘവൻ, കാവ്യ PV സുദീപ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന വിവിധതരം ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഭക്ഷ്യമേളയിൽ ഇടം പിടിച്ചത്. വിവിധതരം പദാർത്ഥങ്ങൾ മേളയിൽ ഉണ്ടായിരുന്നു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകളും ഏന്തി തൃപ്പയാർ സെന്ററിലെത്തി ബൈക്ക് യാത്രികർക്ക് ലഘുലേഖ വിതരണം ചെയ്തു. വലപ്പാട് CI R രതീഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. നോട്ടീസും കണ്ട് രക്ഷപ്പെടുന്ന ജീവനുകൾ, ആ ജീവനുകളുടെ വില നിങ്ങളോട് കടപ്പെട്ടതായിരിക്കും. ഇത് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിക്കാനാണ്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ചേറ്റുവയിൽ 3-4 ചെറുപ്പക്കാർ 4 ചെറുപ്പക്കാർ 2 ബൈക്കിലായിട്ടാണ് വളരെ വേഗതയിൽ പാഞ്ഞു വരികയായിരുന്നു. ആ പാഞ്ഞു വന്നവർ തമ്മിൽ കൂട്ടിയിടിച്ച് ടാങ്കർ ഒരു ലോറിയുടെ അടിയിൽപ്പെട്ടവർ മരണപ്പെട്ടു. അതിൽ 3 കുട്ടികളോളം മരണപ്പെട്ടു. അതിൽ ഏറ്റവും വലിയ ദുഃഖകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ 4 വിദ്യാർത്ഥികൾക്കും ഹെൽമെറ്റ് ഇല്ലായിരുന്നു. തലക്കേറ്റ ആഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത്. പക്ഷെ യാതൊരുവിധ ശരീരത്തിൽ ഒരു തരത്തിലുള്ള പരിക്കോ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ തലയിൽ ഉണ്ടായ ഹെൽമെറ്റിലില്ലാതെ ഉണ്ടായ ആഹാരം മാത്രമാണ് ഈ മരണകാരണമായത്. വാടകം MK മോഹനൻ, പ്രിൻസിപ്പാൽ KH സാജൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് VK ദിനേശ്,
SMC ചെയർമാൻ BK ജനാർദ്ദനൻ, PTA അംഗങ്ങളായ ഹംസ, തമ്പി, സുധീഷ്, അധ്യാപകർ തുടങ്ങിയവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. SNDP യോഗം നാട്ടിക യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള ഹരിത കൃഷി സംരംഭം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ദർശനാഥ് ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ഡയറക്ടർ ജയന്തൻ പുത്തൂർ അധ്യക്ഷനായിരുന്നു. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. മോഹനൻ കണ്ടമ്പള്ളി, സലിം തഷ്നാത്ത്, സുദീപ് മാസ്റ്റർ, ജയരാജൻ മാസ്റ്റർ, യമുന രവീന്ദ്രൻ, പ്രകാശൻ കടവിൽ, സന്തോഷ് മാരാത്ത്, ജിനൻ മാമ്പറമ്പത്ത്, കരുണാകരൻ, സനീഷ് മുത്താമ്പറമ്പിൽ എന്നിവരും സംസാരിച്ചു. യോഗത്തിൽ വലപ്പാട് പഞ്ചായത്തിലെ നല്ല കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ട വത്സല കരുണാകരനെ ഉണ്ണികൃഷ്ണൻ ദർശനാഥ് ആദരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. കയ്പമംഗലം ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് അട്ടിമറി വിജയം. MC രാജൻ 136 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ചാമക്കാലയിൽ കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തി. വലപ്പാട് ബീച്ചിൽ 3.5 വയസ്സുകാരിയായ മകൾക്ക് പിതാവിന്റെ ക്രൂരമർദ്ദനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.